ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് റാഗി വെച്ച് നല്ലൊരു സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പഞ്ചസാരയോ പാലോ ഒന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ മാറ്റി വെക്കാം. കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുരു കളഞ്ഞ ഒരു 4 ഡേറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചിയ സീഡും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കുതിരാനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന റാഗിയുടെ പൗഡർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അടിക്ക് പിടിച്ച് പെട്ടെന്ന് കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് കുറുകി വരും. കണ്ടോ, ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോൾ അത് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഡേറ്റ്സും അതുപോലെ തന്നെ തേങ്ങയുടെ ആ മിക്സ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റാഗി കുറുക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാമേ. പാലോ മധുരമോ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള റാഗി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാവുന്ന ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു നല്ല സ്മൂത്തിയാണിത്. ഞാനിതിലേക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ടും കൂടെ ചേർത്തതിന് ശേഷമാണ് കഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.